ക്ഷേത്രം പൊളിച്ചിട്ടാണ് ഈ കാണുന്ന ദർഗ നിർമ്മിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഈയിടെ വൈറലായിരുന്നു. ഇവിടുത്തെ വാസ്തുശില്പകല വന്നു കണ്ടാൽ നമുക്കും അങ്ങനെ തോന്നും. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുനെൽവേലി ജില്ലയിലെ പൊട്ടൽപുത്തൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദർഗയിലാണ്. 11-ാം നൂറ്റാണ്ടിൽ ഇറാനിലെ ബഗ്ദാദിൽ ജീവിച്ചിരുന്ന ഇസ്ലാമിക സൂഫി പണ്ഡിതനായ മുഹീദ്ദീൻ ഷേഖ് എന്നവരുടെ നാമത്തിൽ 1674 ഈ പള്ളിയോടെ സ്ഥാപിക്കപ്പെട്ടു എന്നാണ് വിശ്വാസം. ഇറാനിൽ നിന്നും സൗത്ത് ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായി വന്നവർ തന്നെയാണ് ഇവിടെ ഈ പള്ളി നിർമ്മിക്കാൻ നേതൃത്വം നൽകിയത്. 6-ാം നൂറ്റാണ്ട് മുതൽ തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക എല്ലാ ക്ഷേത്രങ്ങളും ഇപ്പോൾ പറഞ്ഞ ദ്രാവിഡിയൻ ആർക്കിടെക്ചറിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. 7-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട കീഴക്കര ജുമാ മസ്ജിദിൻ്റെതും ഇതേ വാസ്തുവിദ്യ തന്നെയാണ്. പല്ലവ ഡൈനാസ്റ്റിക്ക് ശേഷമുള്ള അത് ക്ഷേത്രങ്ങളാകട്ടെ, മസ്ജിദുകളാകട്ടെ, ചർച്ചുകളാകട്ടെ, ഒട്ടുമിക്ക പഴയ എല്ലാ ആരാധനാലയങ്ങളും ഏകദേശം 18-ാം നൂറ്റാണ്ട് വരെയും ദ്രാവിഡിയൻ സ്റ്റൈലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. തെളിവുകളുടെ അഭാവം മൂലം ട്രെൻഡിനൊപ്പം പിടിച്ചിരിക്കാൻ വേണ്ടി ചിലർ പടച്ചുവിട്ട തെറ്റായ ഇൻഫർമേഷൻസ് ആണ് ആ വൈറൽ വീഡിയോയിലൂടെ പങ്കുവെച്ചതെന്നായിരുന്നു കോടതി വിധി. ഞാനിവിടേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചത്. ഏകദേശം എല്ലാ മതത്തിൽപ്പെട്ടവരും ഇവിടേക്ക് വന്ന് പോകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.